കല്യാണസുന്ദരതനും കാരുണ്യാമൃതലോചനം താരുണ്യനിത്യബോധായ ശ്രീനാരായണ ഗുരും ഭജേ. നമഃ ശ്രീനാരായണ ഗുരുദേവ മഹാത്മനേ അവതാരവരിഷ്ഠായ പൂർണ്ണബ്രഹ്മസ്വരൂപിണേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഗുരുപാദങ്ങളിൽ പ്രണമിച്ചുകൊണ്ട് ഗുരുവിൻ്റെ ശിഷ്യപ്രശിഷ്യ പരമ്പരയെ സ്മരിച്ചുകൊണ്ട് പോയ ദിവസത്തെ സ്മര്യ പുരുഷനായ ഗുരുവിനും മുമ്പേ കടന്നുപോയ സച്ചിഷ്യനായ ദിവ്യശ്രീ നിശ്ചല ദാസ് സ്വാമികൾക്ക് പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് സ്നേഹനിധികളായ ശിവഗിരി സാഹോദര്യം സ്മൈൽ കുടുംബാംഗങ്ങളെ, സജ്ജനങ്ങളെ, ആദ്യമേ സൂചിപ്പിക്കട്ടെ, ഒരു വിഷയം അങ്ങ് കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. ഒരു വിഷയാധിഷ്ഠിതമായ സംഭാഷണമല്ല ഇന്ന് നടത്താൻ പോകുന്നത്. നമ്മളുടെ അവസ്ഥയെ ഒന്ന് സ്മരിച്ചു പോയതാണ്. സത്യം എന്നൊന്നുണ്ട്, അതിൽ അധിഷ്ഠിതമാണ് എല്ലാം. അത് പക്ഷേ അറിയുന്നവർ, കാണുന്നവർ, അനുഭവിക്കുന്നവർ കോടാനുകോടി ജന്മങ്ങളിൽ വിരളമായി മാത്രമേ കാണുകയുള്ളൂ. അല്ലാത്തവരെല്ലാം മോഹത്തിനടിപ്പെട്ട് സത്യത്തിൽ നിന്നും അകന്ന് കഴിയുന്നു. അതറിയാത്തതുകൊണ്ട് അവർക്ക് ആനന്ദമുണ്ടാവുന്നില്ല. ജീവിതത്തിലെ ഏത് കർമ്മങ്ങളിലൂടെയും ആനന്ദം അനുഭവിക്കൂ എന്നാണ് ആഹ്വാനം. അഖിലരും ആത്മസുഖത്തിനായി പ്രയത്നം സകലവുമിങ്ങ് സദാപി ചെയ്തിടുന്നു. ജഗതിയിലിമ്മതമേകം. സ്മൈൽ സാധനാ ഗ്രൂപ്പുകളിൽ കൂടെയൊക്കെ ഇത് ചർച്ച ചെയ്യപ്പെടുമ്പോൾ ആഴത്തിലത് സ്വാമിജി പറഞ്ഞു തരും. ആത്മസുഖം ഇത് അനുഭവപ്പെടുന്നില്ല എങ്കിൽ അവർ യഥാർത്ഥ മനുഷ്യരല്ല. രൂപത്തിലായിരിക്കും, മാനുഷികമായ പല ലക്ഷണങ്ങളും ഗുണങ്ങളും അവർക്ക് കാണും. എന്തെല്ലാം ഉണ്ടായാലും ആത്മസുഖം ഇത് അനുഭവിച്ചുകൊണ്ടാണ് ഗുരു വിളങ്ങിയത്. ധ്യാനനിഷ്ഠയിലിരുന്നപ്പോൾ
അങ്ങനെ ഒരു അനുഭൂതി ഉണ്ടായി. ഉണർന്നു കഴിഞ്ഞപ്പോൾ അത് മാറി എന്നുള്ള നിലയിലല്ല ഗുരുവിൻ്റെ ആ അനുഭവത്തെ കാണേണ്ടത്. നമ്മളിത് ബോധിക്കുന്നില്ല എങ്കിലും നാവിലൂടെ അത് വരുന്നുണ്ട്. ആഴമേറും നിൻ മഹസ്സാം ആഴിയിൽ. ഗുരു അതിൽ ആണ്ടു എന്ന് മാത്രമല്ല, അതായിത്തീർന്നു. ഗുരുവിനെ സത്യദർശി എന്ന് പറയാറുണ്ട്, ബ്രഹ്മജ്ഞാനി എന്ന് പറയാറുണ്ട്. ഗുരുവിനെ അറിഞ്ഞു കഴിയുമ്പോൾ നമ്മൾ അങ്ങനെ പറയില്ല. സത്യത്തെ അറിഞ്ഞു എന്നുള്ളതല്ല, ഗുരുവിനെ നമ്മൾ കാണേണ്ടത് നീ സത്യം, അതോ നീ സത്യദർശിയാകുന്നു എന്നാണോ പറയുന്നത്? ഇങ്ങനെയാണോ പറയേണ്ടത്? നീ സത്യം. ജ്ഞാനി എന്നല്ല പറയേണ്ടത്, ജ്ഞാനം തന്നെ. ആനന്ദം അനുഭവിക്കുന്നവനെന്നല്ല, ആനന്ദം തന്നെ. രാമകൃഷ്ണ പരമഹംസർ സൂചിപ്പിക്കുന്നത് പോലെ ഉപ്പുപാവ, അതിനൊരു രൂപം ഉണ്ടായിരുന്നു, അതിനൊരു വ്യക്തിത്വം ഉണ്ടായിരുന്നു. ആഴിയിൽ ആണ്ട് കഴിഞ്ഞപ്പോഴോ അതും ആഴിയായി തീർന്നു. ആ ഉപ്പുപാവ ലയിച്ച് ആഴി തന്നെയായി മാറി. ഇതുപോലാണ് ഗുരു ബ്രഹ്മലീനനായി സാക്ഷാൽ ബ്രഹ്മമായി തീർന്നു. നോക്കൂ, അവിടുന്ന് സ്വയം അറിവാകുന്നു. അപ്പം നമ്മൾ ഓർമ്മയുള്ളത് കൊണ്ടും ഭാഷ വഴങ്ങുന്നത് കൊണ്ടും അറിവാണ് ദൈവം, അറിവാണ് ഈശ്വരൻ. അപ്പൊ തിരിച്ചറിയാൻ വേണ്ടി, മനസ്സിലാകാൻ വേണ്ടിയിട്ടല്ലേ ഭാഷയിൽ വാക്കുകളും പദങ്ങളും ഒക്കെ ഉള്ളത്. ആ ഒരൊറ്റ പദം പോരായിരുന്നു. അപ്പോൾ ഇവിടെ ഓർത്തു നോക്കുക, ഈശ്വരനുണ്ട്, പക്ഷേ ഉണ്ടെന്നുള്ള അനുഭവം ഉണ്ടാകണമെങ്കിൽ അതിനെ അറിയണമെന്ന്. അറിയുന്നില്ല എങ്കിൽ, അറിവില്ല എങ്കിൽ എങ്ങനെ അതിനെ അനുഭവിക്കാൻ പറ്റും? അറിവ് ജ്ഞാനത്തിലാണേലും എങ്ങനെയാണ്? അറിയുക, ഉള്ളിലാവുക. ഏതെല്ലാം തരത്തിലാണ്? ഉള്ളിലാവുക എന്ന് പറഞ്ഞാൽ അതായി തീരുകയാണ്. അത് നമ്മുടെ സ്മരണയിൽ ഉറയ്ക്കുകയാണ്. സന്ദർഭം വരുമ്പോഴെല്ലാം അത് ഉണരുകയാണ്, പ്രകാശിക്കുകയാണ്. ഉള്ളിലായെങ്കിൽ മാത്രമേ അത് സാധിക്കൂ. ഇപ്പം മനുഷ്യത്വം എന്ന് പറയുന്നുണ്ടല്ലോ, അത് യഥാർത്ഥത്തിൽ മനുഷ്യന്റെ ഏക ലക്ഷണമാണ്, മനുഷ്യത്വം. അതില്ലാതെ എങ്ങനെ മനുഷ്യൻ എന്ന് പറയാൻ പറ്റും?
ആ മനുഷ്യത്വം എന്ന് പറഞ്ഞാൽ അത് മനനത്തിലൂടെ ഉള്ളിലാകുന്ന, മുമ്പേ പറഞ്ഞല്ലോ സത്യം, സത്തായിട്ടുള്ളത്, അതിനെ ഉള്ളിലാക്കുന്ന അവസ്ഥ. പ്രിയമുള്ളവരെ, നമുക്കുള്ള ഏറ്റവും വലിയ ഭാഗ്യം എല്ലാമായി സത്യമെന്ത്, അതിനെക്കുറിച്ച് പറയുന്നത് നേരാം വഴി, ആദി മഹസ്സിലേക്കുള്ള നേരാം വഴി. ഓർത്തു നോക്കൂ, ആ മഹസ്സിലാണ്ട് കൊണ്ട് അതായി തീർന്നുകൊണ്ട് തന്നെ അവിടുന്ന് നേരാം വഴി കാട്ടുന്ന ഗുരുവായി, അത് പ്രത്യക്ഷ അനുഭവമായി വരുന്നത് കൊണ്ട് അത് നമുക്ക് പരദൈവമായി തീർന്നിരിക്കുന്നു. ഇനി സൂചിപ്പിക്കട്ടെ, രാമകൃഷ്ണ പരമഹംസദേവൻ ഒരിക്കൽ പറഞ്ഞു, ഇവിടെ ഗുരുക്കന്മാർ ധാരാളമുണ്ട്, ശിഷ്യരാണില്ലാത്തവർ. നമുക്ക് ആദ്യം അത്ഭുതം തോന്നും. ലക്ഷക്കണക്കിന് എന്നല്ല കോടിക്കണക്കിന് മനുഷ്യരുണ്ടല്ലോ, ഇവിടെ ശിഷ്യരില്ലയോ? ഗുരുക്കന്മാരല്ലേ വിരളമായിട്ട് കാണുന്നത്. അത് നമ്മൾ നോക്കുമ്പോൾ രാമകൃഷ്ണ പരമഹംസർ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്? സത്യദർശികളുണ്ട്, ആദിമഹസ് അതിലാണ്ടവരുണ്ട്, അതിലേക്ക് നയിക്കുന്ന ആചാര്യന്മാരുണ്ട്. പക്ഷേ അതിനെ അറിയുവാൻ, അതുവഴി പോകുവാൻ ആരും കൂട്ടാക്കുന്നില്ല. ആർക്കും അതിന് ആത്മാർത്ഥമായ ശ്രമം ഇല്ല. അത് പുരാണങ്ങളിലും കാണാം. നഹി കശ്ചിശൃണോതിമേ, ഭാഗവതകാരന്റെ വിലാപമാണ്. രണ്ട് കൈ ഉയർത്തി ഞാനിതാ വിളിച്ചു പറയുന്നു, എന്നിട്ടും ഒരാൾ പോലും എന്നെ കേൾക്കുന്നില്ലല്ലോ. എനിക്ക് പറയാനുള്ളത് ഇതായിരുന്നു, ധർമാദർത്ഥശ്ച കാമശ്ച. ആർക്കും ഇതിന് നേരമില്ലാത്തത് എന്തുകൊണ്ട്? അവർ അർത്ഥകാമങ്ങൾക്ക് പുറകെയാണ്. അർത്ഥം, കാമം, മോക്ഷം അതിനെ അങ്ങ് വിടുക. അർത്ഥം, കാമം, ഇതിൻ്റെ പുറകെ പായുകയാണ്. എല്ലാവരുടെയും ജീവിതമെന്നത്, ജീവിത ലക്ഷ്യമെന്നത് ഇത് മാത്രമാണ്. ഗുരു നമുക്ക് തെളിച്ചു തരുന്നത്, നീ ആദിമഹസ്സിൽ ആണ്ടുകൊണ്ട് ജീവിക്കുക. അപ്പോൾ യാതൊരു കർമ്മങ്ങളിലൂടെയാണോ നിനക്ക് സൗഖ്യമുണ്ടാവുക, അത് അന്യർക്കു കൂടി ദോഷകരമാകാതെ അവർക്ക് കൂടി സുഖകരമായി തീരുക. അങ്ങനെ ഉള്ള കർമ്മങ്ങൾക്കാണ് സുഖമുണ്ടാകുന്ന, ആത്മസുഖമുണ്ടാകുന്നത്.
ഇത് നിരന്തരം ശ്രവിച്ച്, നിരന്തരം പഠിച്ച്, മനനം ചെയ്യുമ്പോൾ അറിയാതെ നാം പോലും അറിയാതെ ഈ തത്വം നമ്മുടെ ഉള്ളിലാകും. ഇത് ഉള്ളിലാകുമ്പോഴാണ് വാക്കിലും നോക്കിലും കർമ്മത്തിലുമെല്ലാം അത് പ്രതിഫലിക്കുന്നത്. അത് അവനവന് തന്നെ ഗുണകരമാകുമെന്ന് മാത്രമല്ല, മറ്റുള്ളവർക്ക് കൂടി ഉപകാരമാകുകയും ചെയ്യും. അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നത് ആയിത്തീരും അവരുടെ കർമ്മങ്ങൾ. അത് അവരന് സുഖത്തിനു കൂടി ആയി തീരുകയാണ്. നോക്കൂ, വിലാപം എല്ലാ പ്രവാചകന്മാർക്കും ഉണ്ടായിരുന്നു. മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവന്റെ വാക്കിത്, മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവന്റെ വാക്കിത് എന്ന് പറഞ്ഞാൽ, മരുഭൂമിയിൽ നിന്ന് വിളിച്ചു കൂവിയാൽ ആരുണ്ട് കേൾക്കാൻ? ബൈബിളിൽ ഇങ്ങനെ പറയുന്നതിൻ്റെ അർത്ഥം, ജനക്കൂട്ടത്തിന് ഇടയിൽ നിന്നുകൊണ്ടാണ്, വലിയ പുരുഷാരത്തിന്റെ മധ്യേ നിന്നുകൊണ്ടാണ് ക്രിസ്തു ഇത് പറയുന്നത്. പക്ഷേ കേൾക്കുന്നവരാരുമില്ല. അവിടുന്ന് പറയുന്നു, നിങ്ങൾ കാണുന്നു പക്ഷെ അറിയുന്നില്ല, നിങ്ങൾ ശ്രവിക്കുന്നു പക്ഷേ ഉൾക്കൊള്ളുന്നില്ല. അപ്പൊ ഇത് അന്നും ഒരു പ്രശ്നമായിരുന്നു. വേണ്ടതെല്ലാം ഉണ്ട്. മനുഷ്യൻ അത്തരമൊരു വിശേഷ സൃഷ്ടിയാണല്ലോ. ആരെങ്കിലും നിമിത്തമായി വെളിവാകേണ്ടതെല്ലാം വെളിവാകുന്നുണ്ട്. പക്ഷേ ഒറ്റ കുഴപ്പമേ ഉള്ളൂ. അതും ബൈബിൾ പറയുന്നത് പോലെ, നന്മയിലേക്കുള്ള വാതിൽ തീരെ ഇടുങ്ങിയതും അതിലെ കടക്കാൻ ശ്രമിക്കുന്നവർ ചുരുക്കവുമാകുന്നു. തിന്മയിലേക്കുള്ള വാതിലുകളാകട്ടെ വിശാലമായതും അതിലേ കടന്നു പോകുന്നവർ ധാരാളവുമാകുന്നു. ഇതിനകത്തെല്ലാം ഉണ്ട്. മനസ്സിലാക്കേണ്ടത്, സത്യത്തിലേക്കുള്ള മാർഗം അത് വളരെ നേർത്തതാണ്. പരിശ്രമിച്ചെങ്കിൽ മാത്രമേ, പൗരുഷേണ പ്രയത്നേന, അതുപോലെ പരിശ്രമിച്ചെങ്കിൽ മാത്രമേ ആ വഴി പോകാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ നോക്കൂ, ഗുരുദേവൻ ഒരിക്കൽ അരുളി, ജനങ്ങളുടെ ദുരിതം ഇല്ലാതാക്കുകയാണ് നമ്മുടെ ലക്ഷ്യം. ഇപ്പം മോഹാകുലരായി മുമ്പ് പറഞ്ഞ രീതിയിൽ ജീവിക്കുന്ന നമുക്ക് ഇതെങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? ജനങ്ങളുടെ ദുരിതം ഒഴിവാക്കുക. അപ്പൊ അതിനൊട്ടനവധി ക്ഷേമ പ്രവർത്തനങ്ങൾ ചെയ്യാം. കുറെ അധികം സംവിധാനങ്ങൾ ഏർപ്പെടുത്തി കഴിയുന്നിടത്തോളം ജനങ്ങൾക്ക് സഹായം ചെയ്യാം. ലോകത്ത് ഇത്രയും ഭരണകൂടങ്ങൾ ഏതെല്ലാം സ്ഥലത്ത് ശ്രമിച്ചിട്ടും ജനങ്ങളുടെ ആവശ്യങ്ങൾ തൃപ്തികരമാം വണ്ണം നിറവേറ്റുവാൻ സാധിക്കുന്നില്ലല്ലോ. ഭൗതിക സംവിധാനങ്ങളിൽ കൂടിയുള്ള
ആ ദുരിത നിവാരണമല്ല ഗുരുദേവൻ ഉദ്ദേശിച്ചത്. ദുരിതം അഥവാ ദാരിദ്ര്യം അത് നമ്മുടെ മനസ്ഥിതിയെ, മനോനിലയെ ആശ്രയിച്ചിരിക്കുന്നു, അത്രയേ ഉള്ളൂ. അത് ലോകത്തെ ഏത് രീതിയിൽ നാം കാണുന്നു, ലോകത്തെ എങ്ങനെ നാം സമീപിക്കുന്നു, അവന്റെ മാനസികാവസ്ഥയ്ക്കനുസരിച്ചിരിക്കും അവൻ ദരിദ്രനാണോ. ഗുരുവിന്റെ വാക്കുകളിൽ പറഞ്ഞ എന്താണ്? ധന്യർ. നോക്കൂ, യഥാർത്ഥത്തിൽ ധന്യതയെ പ്രാപിക്കുവാനുള്ള യോഗ്യത എല്ലാവർക്കും ഉണ്ട്. പക്ഷെ ധന്യരാകുന്നില്ല. ധന്യരാകണമെങ്കിലോ ഒന്ന് ഓർത്തു നോക്കൂ. അന്നവസ്ത്രം, അന്നന്ന് ഞങ്ങളുടെ അപ്പം തരണമേ എന്നുള്ള ഒരു പ്രാർത്ഥനയല്ലല്ലോ ഇവിടെ. അന്നവസ്ത്രാദി മുട്ടാതെ തന്ന്. അപ്പൊ നമ്മുടെ ആ മോഹാകുലത വെച്ച് ചിന്തിക്കരുത്, അയ്യോ ഞങ്ങൾക്കൊന്നും കിട്ടുന്നില്ലല്ലോ. അങ്ങനല്ല. അതിവിടെ ഒരുക്കപ്പെട്ടിട്ടുണ്ട്. അതൊരു കവി പാടിയതുപോലെ ബലിഷ്ടമാൻ അല്ലെങ്കിൽ ദീർഘങ്ങളാം കൈകളെ നൽകിയത്രേ മനുഷ്യനെ പാരിതലയച്ചതീശൻ. ഇത് തേടാൻ വഴിയും നമുക്കുണ്ട്, അതിനുള്ള ശേഷിയും നമുക്കുണ്ട്. ആ വഴി നമുക്ക് തിരിയുന്നില്ല. എന്തുകൊണ്ട്? നമ്മൾ മോഹാകുലരായതുകൊണ്ട്. നോക്കൂ, എല്ലാം ഇവിടെ ഒരുക്കപ്പെട്ടിരിക്കുന്നു ഈ പ്രകൃതിയിൽ. അതിനോടിണങ്ങിയാൽ, ഉണർന്ന് ജീവിച്ചാൽ അന്നവസ്ത്രങ്ങൾ മുട്ടില്ല. ഇവിടെ ജീവിത ആവശ്യത്തിനുള്ള എല്ലാം എന്നർത്ഥം വായിക്കണം. ആദി എന്ന് പറയും അന്നവസ്ത്രാദികൾ മുട്ടാതെ തന്ന് രക്ഷിച്ച് ഞങ്ങൾ ധന്യരാകുന്നുണ്ടോ? ധന്യരാക്കുവാനുള്ളതെല്ലാം ചെയ്തു വച്ചിരിക്കുന്നു. പക്ഷേ ആ ഒരു സമീപനമല്ല ജീവിതത്തോട് നമുക്കുള്ളത് എന്ന് ചുരുക്കം. ഒന്നോർത്താൽ അത്ഭുതമാണ് കേട്ടോ. നിത്യവും ഇത് നമ്മൾ ഉരുവിടുന്നു. അതെന്തിനാണ്? അവിടെ തന്നെ പല ഉത്തരങ്ങൾ വരും. ഇത് ചൊല്ലിയില്ലെങ്കിൽ ഗുരുവിന്റെ കോപമുണ്ടാകുമോ, ശാപമുണ്ടാകുമോ? ഇനി ഇങ്ങനെയൊക്കെ ചെയ്യണമെന്നാണ് സമുദായത്തിന്റെ, സമാജത്തിന്റെ ഒക്കെ ഒരു പൊതുവഴക്കം. അത് ലംഘിച്ചുകൂടാ. പക്ഷേ ആത്മാർത്ഥത എന്നൊന്നുണ്ട്. ഇത് ഏത് തരത്തിൽ എങ്ങനെയൊക്കെ തന്നെ ബാധിക്കുന്നു എന്ന് നമുക്ക് ബോധ്യപ്പെടാത്തതിൻ്റെ ഒരു കുഴപ്പമാണ്. അതിനാണ് സൂചിപ്പിച്ചത് നിരന്തരമായ ശ്രവണം വേണം, മനനം വേണം. നാം അറിയാതെ തന്നെ നോക്കൂ, ഒരു വൃക്ഷം അതിൻ്റെ പല ഭാഗങ്ങളും നമുക്ക് ഉപയോഗപ്രദമാണെങ്കിലും അതിൻ്റെ കാതലാണ് നിലനിൽക്കുന്നത്. ആ കാതൽ ഒരു നിമിഷം കൊണ്ടുണ്ടാകുന്നതല്ല. വേരുകളിലൂടെ വലിച്ചെടുത്ത്
അന്തരീക്ഷത്തിൽ നിന്നും പലതും വലിച്ചെടുത്ത് നോക്കൂ, അതവിടെ സാവകാശം നൂല് പോലെ വന്ന് പിന്നെ മുറ്റി എത്ര കാലം കൊണ്ട്. ഓരോന്നും അങ്ങനെയാണ്. നിലനിൽക്കുന്ന എല്ലാം ഇതുപോലെ സാവകാശത്തിലാണ്. അതല്ലാതെ ഒരു നിമിഷം കൊണ്ടുണ്ടാകുന്ന വെളിപാട് അല്ലിതൊന്നും. അതിന് അതിൻ്റെതായ ഒരു പരിശ്രമം വേണം. അതിലൊക്കെ രസിക്കാൻ നമുക്ക് സാധിക്കണം. ഇത് ഉണർത്തുവാൻ ഗുരുവിന് മാത്രമേ സാധിക്കൂ. അത്തരം ഗുരുലാഭമുണ്ടായ ഒരു സമുദായം, അപ്പൊ അതിനെക്കുറിച്ചൊക്കെ ഏറെ നമ്മൾ കേൾക്കുന്നുണ്ട്, ഏറെ അതിനെ നമ്മൾ വാഴ്ത്തുന്നുണ്ട്. നമ്മളെല്ലാവരും അതിൽ അഭിമാനികളാണ്. പക്ഷെ ഇവിടെ ഒരു കുഴപ്പമുണ്ട്. ഗുരു ഒരിടത്ത് പറയുന്നത് പോലെ ഇതൊന്നും നമ്മെ തീണ്ടാതെ പോകുന്നു. ഇതെല്ലാം നാവിലൂടെ വരുന്നുണ്ട്, ഇതെല്ലാം കാതിലൂടെ കയറുന്നുണ്ട്. ഒരു പരിധി വരെ ഇതിനെക്കുറിച്ചൊക്കെ നമുക്ക് ബോധ്യവുമുണ്ട്. പക്ഷേ ഇതൊന്നും നമ്മുടെ ഉള്ളിലാകുന്നില്ല. ഇതിനെക്കുറിച്ച് വാചാലമായി പ്രസംഗിക്കുന്നവരുണ്ട്, എഴുതുന്നവരുണ്ട്. എത്ര ഭംഗിയായിട്ട് ഈ പുഷ്പിതാവാക്യങ്ങൾ അവരിൽ നിന്ന് പ്രവഹിച്ചു കൊണ്ടിരിക്കുന്നു. അവരൊരുപക്ഷേ ഇത് കേൾക്കുന്നവരെക്കാൾ അസ്വസ്ഥരായിരിക്കും. എന്താണ് അവരുടെ മനോനില കൊണ്ട് അവർ സൃഷ്ടിച്ചു വച്ചിരിക്കുന്ന ലോകം അങ്ങനത്തേതാണ്. ഇത് ഓർത്താൽ അത്ഭുതമാണ്. പ്രിയമുള്ളവരെ, നമുക്ക് ഒരു ഗുരുവിൻ്റെ സംസ്കാരം അത് നമുക്ക് എന്നേ ലഭ്യമായി. ഇത് ഒരിക്കലും ഇല്ലാതാവില്ല. പലയിടങ്ങളിലും മുഴങ്ങിക്കേൾക്കുന്നത് വേണ്ടതെല്ലാം ഗുരു പറഞ്ഞു, വേണ്ട മാർഗങ്ങളെല്ലാം ഗുരു തെളിച്ചു. ഇതൊന്നും ആരും പാലിക്കുന്നില്ല. ഈ പറയുന്നതും കേൾക്കുന്നതും എല്ലാം സത്യമാണ് കേട്ടോ. പക്ഷെ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുക, കേട്ടുകൊണ്ടിരിക്കുക, ഇത് പിന്നെ ഒരു നേർച്ച പോലെയാണ്. നമ്മുടെ ഗുരുഭക്തി തെളിയിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ, അതിൽ നമുക്ക് അഭിമാനം തോന്നണമെന്നുണ്ടെങ്കിൽ ഇതിലൊക്കെ പോകണം, ചെന്നിരുന്ന് കേൾക്കണം, ഇതൊക്കെ അനുഷ്ഠിക്കണം. ഇതിങ്ങനെ യാന്ത്രികമായിട്ടങ്ങ് തുറന്നു പോകുന്നു. നോക്കൂ സഹോദരങ്ങളെ, ഗുരുവിൻ്റെ ഒരു പ്രത്യേകത, അവിടുത്തെ ആ നിഷ്ഠയുണ്ടല്ലോ, അത് പൂർണ്ണമായിരുന്നു. അവിടുന്ന് പൂർണ്ണതയുടെ ആ പ്രതീകം എന്ന് പറഞ്ഞാൽ മുമ്പ് പറഞ്ഞതിന് വിരുദ്ധമായി പോകും. അവിടുന്ന് പൂർണ്ണനായിരുന്നു. അവിടുത്തെ മുമ്പിൽ നിന്ന് മാത്രമേ നമുക്കിങ്ങനെ പറയാൻ പറ്റൂ പൂർണ്ണമത. അതറിയാൻ പാടില്ലാത്ത ആളുകളില്ലല്ലോ. പൂർണ്ണമത, അത് പൂർണ്ണമാകുന്നു. എന്തിൻ്റെ പൂർണ്ണതയാണ്? സകല ഗുണങ്ങളുടെയും തികവ്.
സകല ഗുണങ്ങളും തികയണമെങ്കിൽ മുമ്പൊക്കെ സൂചിപ്പിച്ചിട്ടുള്ളതുപോലെ കണിക പോലും ദോഷമില്ലാതിരിക്കണം. അങ്ങനെയുണ്ട്. അല്പമെങ്കിലും ഒരു ദോഷമുണ്ടായിരുന്നെങ്കിൽ ഗുണം പൂർണ്ണമാവില്ലായിരുന്നു, അതിൽ കലർപ്പ് കാണുമായിരുന്നു. ദോഷങ്ങളുടെ പൂർണ്ണമായ വർജനം എവിടെ സാധ്യമാകുന്നു അവിടെ മാത്രമാണ് പൂർണ്ണത ദർശിക്കാനാവുക. അതുകൊണ്ടത് നിലനിൽക്കും, ശാശ്വതമായിരിക്കും. അതിന് നാശമുണ്ടാവില്ല. നമ്മളിങ്ങനെയൊക്കെ പറയുന്നല്ലോ, ഒരു പുരുഷായുസ് എന്ന് പറയുന്നത് ഒരു തലമുറ, ഏറിയാൽ 100 കൊല്ലം. ഇപ്പൊ ഓരോ തലമുറയും ആഗ്രഹിക്കേണ്ടത് അവർക്ക് അവരുടെ ജീവിതത്തിൽ ഒരു ധന്യത, അതിൻ്റെ ഒരു പൂർണ്ണത ഉണ്ടാകണമെന്നാണ്. അതുകൊണ്ട് ഈ ജന്മത്ത് തന്നെ സാധ്യമാകണം എന്ന് കരുതി, സഹജീവികൾക്കും കൂടി അതുണ്ടാകണമെന്ന് കരുതി നമ്മളിത് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നു, പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് നാം അറിഞ്ഞാലും അവഗണിച്ചാലും ഇത് ഇപ്രകാരം പ്രകാശിച്ചു കൊണ്ട് തന്നെയിരിക്കും. മറ്റ് ദേവതാസങ്കല്പങ്ങൾ അങ്ങനല്ല. അതിനെ ആ രീതിയിൽ പരിപാലിക്കപ്പെട്ടെങ്കിൽ മാത്രമേ അത് ഉണരുന്നുള്ളൂ, അതിന് ചൈതന്യമുണ്ടാകുന്നുള്ളൂ. അതിനൊക്കെ ക്ഷയവും ഉണ്ടാകുന്നുണ്ട്. ആചാരലോഭത്താൽ ശക്തി ക്ഷയിക്കുന്നു എന്നത് നമ്മൾ പലയിടത്തും കേൾക്കുന്നതാണ്. ആർജിച്ച പുണ്യം ക്ഷയിക്കുന്നതിനനുസരിച്ച് ക്ഷീണേ പുണ്യേ മർത്യലോകം വിശന്തി എന്നാണ് പറയുന്നത് ഗീത. ഇവിടെ ഒന്ന് ഓർത്തു നോക്കൂ, ദേവതകൾക്ക് പോലും ക്ഷയം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. നോക്കൂ, ബ്രഹ്മാവിന് പോലും ആയുസ്സറ്റ് കഴിഞ്ഞ് വീണ്ടും അത് സംഭവിക്കുമെന്നാണ്. സൃഷ്ടികർത്താവിൻ്റെ പോലും. ഇവിടെ ഇതാ പറയുന്നു, ഇവിടെ ബ്രഹ്മജ്ഞാനിക്കാണെങ്കിലും അവസാനമുണ്ട്. അയാൾ മറയുന്നതോടെ അയാളുടെ ജ്ഞാനവും പോയി. പക്ഷെ ബ്രഹ്മമോ, അത് ഇപ്രകാരം പ്രകാശിച്ചു കൊണ്ട് തന്നെയിരിക്കും. അത് അന്നുണ്ടായിരുന്നു, ഇന്നുണ്ട്, എന്നുമുണ്ട്. ഏതായാലും നമ്മുടെ ജീവിതം പ്രത്യക്ഷത്തിൽ ഇപ്പോഴാണ്. ഇപ്പോഴുണ്ടല്ലോ, അത് നാളെ ആകട്ടെ എന്ന് എന്തിനു മാറ്റി വെക്കണം? അങ്ങനെ മാറ്റിവെച്ചത് കൊണ്ട് എന്ത് ഗുണം? അതുകൊണ്ട് ഈ സത്യവും ജ്ഞാനവും ആനന്ദവും അത് നമുക്ക് ഈ നിമിഷത്തിൽ തന്നെ അനുഭവിക്കാൻ സാധിക്കുമെങ്കിൽ എന്തിനത് വേണ്ടെന്ന് വെക്കണം? അപ്പം വിശാലമായി ചിന്തിക്കുന്നവർക്ക് അവർക്കേ ഒരു പക്ഷേ കടുകോളമെങ്കിലും പ്രാവർത്തികമാക്കാൻ പറ്റും. മതി. സഫലമായില്ല എങ്കിലും ആര് ഉത്സാഹിക്കുന്നു, പ്രയത്നിക്കുന്നു, ആ പ്രയത്നശാലിയോട് ആണ് ദൈവം ചേരുന്നത് എന്നാണ് പറയുന്നത്.
എന്ന് മാത്രമല്ല, അതിനോട് മുഖം തിരിഞ്ഞു നിൽക്കുക. ഇതൊക്കെയാണ് വാസ്തവമെന്നിരിക്കെ അതിന് ഉത്സാഹിക്കാതിരിക്കുക. അവിടെ ദൈവം മങ്ങി നിൽക്കുന്നു അവനെ സംബന്ധിച്ച്, അങ്ങനെയുള്ളവരെ സംബന്ധിച്ച്. അറിയുന്നവർക്ക്, പരിശ്രമിക്കുന്നവർക്ക് അവിടുന്ന് സമീപസ്ഥൻ. അല്ലാത്തവർക്ക് അങ്ങാണ്, ഇഞ്ഞല്ല. ഇഞ്ഞ് നമ്മൾ നിൽക്കുന്ന അവസ്ഥ അത് അസത്തിലായിരിക്കാം. അതിൽ നിന്ന് സത്യത്തിലേക്ക് ഞങ്ങളെ നയിച്ചാലും എത്ര കാലമായി മുഴങ്ങുന്നു, ഇനിയും മുഴങ്ങിക്കൊണ്ടിരിക്കും. അസതോമ സദ്ഗമയ. സഹോദരങ്ങളെ, നമ്മൾ ഉൾക്കൊള്ളുന്ന സമൂഹം, അതിനുപരി പ്രസ്ഥാനം ധർമ്മം എന്ന സങ്കല്പത്തിലാണ് ആയതെങ്കിൽ ആ ധർമ്മപതാകയുടെ വാഹകരാണ് നമ്മളെങ്കിൽ ഇങ്ങനെയും കൂടി നമ്മൾ ചിന്തിച്ചേ തീരും. നോക്കൂ, രണ്ട് കൈയും ഉയർത്തി വിളിച്ചു പോയിയിട്ടും ആരും എന്നെ ശ്രവിക്കുന്നില്ലല്ലോ എന്ന് പുരാണ ഋഷി വിലപിച്ച ആ അവസ്ഥയായിരിക്കുമെന്നും. മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവന്റെ വാക്കായി ഇതൊക്കെ മാറുന്നുണ്ടാവാം. പക്ഷേ ഇവിടെ ആ പരിശ്രമമുണ്ടല്ലോ, ആ പരിശ്രമം ഈശ്വരപ്രീതിക്ക്, ഗുരുപ്രീതിക്ക് കാരണമാകാതിരിക്കില്ല. ഇത് ഗുരുവിനെ ഏറ്റവും പ്രീതിപ്പെടുത്തുന്നു. നോക്കൂ, ഏതേത് സന്ദർഭങ്ങളിലും ഗുരു അതിനുള്ള അവസരങ്ങൾ ഒരുക്കുമായിരുന്നു. ഗുരുവിനെ തേടിച്ചെല്ലുന്നവർ അത് ചിലപ്പോൾ അവിടെ ഒരു സംഘമായി മാറാറുണ്ട്. ശിവഗിരി മഠത്തിന്റെ ആരംഭം തന്നെ ഇപ്പൊ ഗുരുവേകനായി അവിടെ ചെന്നു. അത് കേട്ടറിഞ്ഞു വന്നവർ അവിടുത്തെ ഇംഗിതമനുസരിച്ച് ഒരു പർണശാല കെട്ടിക്കൊടുത്തു. അങ്ങനെ ആരംഭിച്ച കാര്യമല്ല പറയുന്നത്. ഒരു പ്രസ്ഥാനം അവിടെ രൂപപ്പെട്ടു വന്നത് ഒരു കർക്കടക വാവു ബലിക്കാണ്. 1904 കർക്കടക വാവ് വന്നണങ്ങി. വിവേകോദയം ആരംഭിച്ചതേയുള്ളൂ. തൃപ്പാദങ്ങളുടെ സാന്നിധ്യം അവിടെ ആയിരിക്കുന്നു എന്ന അറിയിപ്പ് 1-ാം ലക്കത്തിൽ തന്നെ വരുന്നുണ്ട്. പിന്നീട് കാണുന്നത് പാപനാശത്തേക്കും മറ്റും തർപ്പണാദികൾക്ക് പോകുന്ന സ്വജനങ്ങളെ പ്രേരിപ്പിച്ച് ശിവഗിരിയിലേക്ക് ആകർഷിച്ച് കഴിയുന്നിടത്തോളം തൃപ്പാദങ്ങൾ സജ്ജരാക്കിയിരിക്കുന്ന, ശിക്ഷണം കൊടുത്ത് സജ്ജരാക്കിയിരിക്കുന്ന ആളുകളെ കൊണ്ട് ഉത്തമമായ രീതിയിൽ തർപ്പണം ചെയ്യിക്കാവുന്നതാകുന്നു. ഈ ഒരു അറിയിപ്പാണ് വരുന്നത്. അതോടൊപ്പം ഒരു കാര്യവും കൂടി സൂചിപ്പിക്കുന്നുണ്ട്. അതെന്താണ്? ആളുകളുടെ ഗൗരവമനുസരിച്ച് പ്രസംഗങ്ങളും മറ്റും ഉണ്ടായിരിക്കുന്നതുമായിരിക്കും. നോക്കൂ, ബലി തർപ്പണത്തിനെത്തുന്ന ആളുകൾ, അതിൻ്റെ ആളുകളുടെ ഗൗരവമനുസരിച്ച് പ്രസംഗങ്ങളും മറ്റും ഉണ്ടായിരിക്കുന്നതായിരിക്കും. ഏതായാലും ഗുരുദേവൻ ഒരിക്കലും അങ്ങനെയൊരു പൊതു പ്രസംഗം നടത്തിയതായി ഒരിടത്തും കാണുന്നില്ല. പക്ഷേ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലെല്ലാം
ഒരു മുൻപരിചയമില്ലാത്ത ആളിനെ കൊണ്ടുപോലും ഗുരു കൽപ്പിച്ച് പ്രസംഗിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണാം. അങ്ങനെയുള്ള സന്ദർഭങ്ങളിലൊക്കെ ഈ പ്രസംഗത്തിന്റെ പ്രസക്തി പറഞ്ഞു തരേണ്ടതില്ല. ആളുകൾക്ക് അറിവുണ്ടാകട്ടെ, ആളുകൾക്ക് അറിവുണ്ടാകട്ടെ. എന്തെല്ലാമാണ് അറിവിലൂടെ ഉണ്ടാകാൻ പോകുന്നത്. ജീവിതമെന്ന് പറയുന്നത് കർമ്മങ്ങളാണ്. അത് 3 തരത്തിൽ വരും. കായികമായി വരും, മാനസികമായി വരും. അങ്ങനെ ആന്തരികമായും ബാഹ്യമായുമുള്ള സകല വൃത്തികളും അത് നേരായ വഴിക്കാണ് പോകുന്നതെങ്കിൽ അവർക്കുള്ളതാണ് സൗഖ്യം. അല്ലാതെ ഉള്ളവർക്ക് ഉള്ളതാണ് ദുരിതം അല്ലെങ്കിൽ ദുഃഖം. ഓരോ മനുഷ്യന്റെയും വാസനയെ, ഓരോ മനുഷ്യന്റെയും മാനസിക സ്ഥിതിയെ ആശ്രയിച്ചാണ് ഇതിരിക്കുന്നത്. അതുകൊണ്ട് ഓരോ മനുഷ്യനും ആ രീതിയിൽ പാകപ്പെട്ടു വരേണ്ടതുണ്ട്. ഭക്തിമാർഗം, വിശ്വാസം, മതം എന്നൊക്കെ എത്രയോ കാലം മുമ്പ് ഇവിടെ ഉള്ളതാണ്. വ്യത്യസ്തങ്ങളാണെങ്കിലും മാർഗങ്ങൾ. പക്ഷെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ്? മനുഷ്യൻ ഈ കണ്ട മാറ്റങ്ങളൊന്നും ഉണ്ടാകുന്നില്ല. അവനിൽ ലോഭം വർദ്ധിക്കുന്നു, ആർത്തി വർദ്ധിക്കുന്നു, വൈരം വർദ്ധിക്കുന്നു, കലഹം വർദ്ധിക്കുന്നു. ഈ ലോകത്തെ നരകമാക്കുകയാണ്. എല്ലാവരും ഒരുപക്ഷെ വിശ്വാസികളായിരിക്കും. ആ വിശ്വാസികൾ തന്നെ ചേരിതിരിഞ്ഞ് സംശയത്തോടെ വീക്ഷിക്കുക, അന്യോന്യം കലഹിപ്പിക്കുക, അന്യോന്യം നശിപ്പിക്കുക. ഇതെല്ലാം കണ്ടുമടുത്ത പുതിയ പുതിയ പ്രവാചകന്മാരെ കാലം തന്നെ സൃഷ്ടിക്കുന്നുണ്ട്. കാലത്തിന് യോജിക്കാവുന്ന പല പല ഉപദേശങ്ങളും അവർ ചെയ്യുന്നുണ്ട്. കലഹത്തിന് ഒരു കക്ഷി കൂടി വർദ്ധിക്കുകയായിരുന്നു അതിൻ്റെ ഫലം. അതല്ലാതെ ഒരിക്കലും ഇതിന് ശമനമുണ്ടായില്ല. ഇതാ അവസാനം എത്തി നിൽക്കുമ്പോൾ മതങ്ങളുണ്ടായി, പ്രവാചകന്മാരുണ്ടായി. വേണ്ടതെല്ലാം ഇതെല്ലാം കൂടെ കൊന്നുകൂട്ടിയാൽ മഹാമേരുവിനോളം വരും. അതിനെ മൂടാനുള്ളത് കാണും. ഇതെല്ലാം പറയുന്നത് മനുഷ്യനെ നന്നാക്കുവാനുള്ള മരുന്നെന്നാണ്. പക്ഷെ എന്ത് ചെയ്യാം? ഒറ്റ കാര്യം മാത്രം മറന്നുപോയി. ദൈവവും മതവും ഒക്കെ ഏറെയേറെ ഉദ്ഘോഷിക്കപ്പെടുന്നു. അനുയായികൾ മത്സരിച്ച് അവയെയൊക്കെ മഹത്വപ്പെടുത്താൻ ശ്രമിക്കുന്നു. അവിടെ മഹത്വമില്ലാതെ പോയത് ഒന്നിനു മാത്രം. അതെന്തായിരുന്നു? മനുഷ്യൻ. മനുഷ്യൻ. അതുകൊണ്ട് ഗുരു മനുഷ്യനെ എന്ന് ചേർത്ത് മനുഷ്യനെ ലക്ഷ്യമാക്കി ഉപദേശം കൊടുത്തു തുടങ്ങി. ഉന്നതങ്ങളിൽ നിന്ന് അശരീരിയായിട്ടല്ല, അവിടുത്തെ ധർമ്മത്തിന്റെ പ്രകാശം ഇങ്ങോട്ട് വന്നത്. അകലെയിരുന്ന് സൂര്യൻ ചൊരിയുന്ന പ്രകാശം കൊലയുമായിരുന്നില്ല അത്. അവിടുന്ന് സാക്ഷാൽ നാരായണനായി. നാരായണൻ എന്ന് പറഞ്ഞാൽ നരനിലൂടെ അയനം നടത്തിയവൻ.
നരനെ ലക്ഷ്യമാക്കി നടന്നവൻ. ഏതർത്ഥവും യോജിക്കും. ഇത് ഗുരുവിൻ്റെ നാമമായിരുന്നില്ല, ഇത് ഗുരുവിൻ്റെ സ്വഭാവമായിരുന്നു. നരനെ ലക്ഷ്യം വെച്ചവൻ, നരനെ ലക്ഷ്യം വെച്ചവൻ. നരന് ഒരേ സമയം ഗുരു ലക്ഷ്യമായിരുന്നു എന്ന് പറഞ്ഞാൽ, ആദിമഹസ്സിൽ ആഴണമെങ്കിൽ ആദിമഹസ്സായിരിക്കുന്ന ഗുരുവിൽ തന്നെ മുഴുകിയാൽ മതി. നിന്നിലലിയുക, നിന്നോട് ചേരുക. നോക്കൂ, സങ്കല്പ സൃഷ്ടികൾ പലതുമുണ്ട്. അതിനോടൊക്കെ ചേരണം, അതിൻ്റെയൊക്കെ പാദം ചേരണമെന്നൊക്കെ പ്രാർത്ഥിക്കുന്നു. അതൊക്കെ ഒരു അഭിലാഷമായി മാത്രം പുലർന്നു പോന്നതേയുള്ളൂ. ഇതാ മനുഷ്യന് ലക്ഷ്യമായി വർത്തിക്കുക മാത്രമല്ല, കടലൊരിടത്ത് സ്ഥിതി ചെയ്യുന്നു. എല്ലാ ഒഴുകി വന്ന് എന്നിൽ ലയിക്കട്ടെ, അതാണ് കടലിൻ്റെ. ഈ ഒരു ഭാവമായിരുന്നില്ല ഗുരുവിന്, തിരിച്ചായിരുന്നു. ഗുരു ഇതാ തിരിച്ചൊഴുകുകയാണ് എല്ലാവരിലേക്കും. ആത്യന്തിക ലക്ഷ്യം ആ മഹസ്സിലാഴുക എന്നതായിരുന്നു എന്ന് വരികയും. നോക്കൂ, ഇതിനെക്കുറിച്ചൊരു ലക്ഷ്യബോധമില്ല, അജ്ഞതയാണ്. എന്ത് ചെയ്യും? അവിടെയാണ് ദീനാവനപരായണനായി അവിടുന്ന് മാറുന്നത്. ദീനന്മാരെ അവനം ചെയ്യുക. ഈ ദീനമെന്ന് പറഞ്ഞാൽ ശരീരത്തിന് മാത്രമേ ഉള്ളൂ. അത് ശരീരത്തിനുണ്ട് എങ്കിൽ അതിന് വൈദ്യവും ഉണ്ടായിരുന്നു ഗുരുവിൻ്റെ കയ്യിൽ. എത്രയോ ദീനന്മാരെ അവിടുന്ന് സുഖപ്പെടുത്തി. എന്നാൽ അതിലും മഹത്തരമാണ് ആന്തരികമായ ദീനം. അതിനെ ബാഹ്യമായ വൈദ്യമല്ല, സാങ്കേതികമായിട്ട് അതിനെ വൈദികമെന്ന് പറയാം. അവിടെ വേദിപ്പിക്കുക അഥവാ ബോധിപ്പിക്കുക, ഇതാണ് ഗുരു ചെയ്തത്. രണ്ട് തരത്തിലും, ബാഹ്യമായും ആന്തരികമായും ഒരുപോലെ, വൈദ്യവും വൈദികവും അതിനുപരി ആത്മീയതയും. ആദ്യത്തെ രണ്ടിലും സുസ്ഥിതിയില്ല എങ്കിൽ ആത്മീയത കൊണ്ട് എന്തു ഗുണം? ഇപ്പൊ നോക്കൂ, ഇതെല്ലാം അറിയണമെങ്കിൽ, ബോധിക്കണമെങ്കിൽ ബുദ്ധി തെളിയണ്ടേ? നോക്കൂ, ആരോഗ്യമുള്ള ശരീരത്തിൽ ആരോഗ്യമുള്ള മനസ്സ് എന്ന് നമ്മൾ ലളിതമായി പറയും. കർമ്മസാധകമാണ് ഈ ശരീരമെങ്കിൽ ഈ ശരീരത്തിന്റെ സുസ്ഥിതിയും പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് ബാഹ്യത്തെയും ആഭ്യന്തരത്തെയും അവിടുന്ന് രണ്ടായി കണ്ടില്ല. പ്രിയമുള്ളവരെ, ഒരു ശുഭശീലം 1000 ഉപദേശങ്ങളെക്കാൾ മഹത്തരമാണ്.
അത് പക്ഷേ ആത്മാർത്ഥമായിരിക്കണമെന്ന് മാത്രം. ഗുരുവിൻ്റേത് ആത്മാർത്ഥമായിരുന്നു. അവിടുന്ന് ഒഴിഞ്ഞു ആത്മാർത്ഥമായ പ്രവൃത്തിക്ക് ഫലമുണ്ടാകാതെ വരില്ല. അപ്പൊ നമ്മൾ ചിന്തിക്കുന്നത്, നമ്മൾ തുടങ്ങി വെച്ച അല്ലെ പ്രവർത്തിച്ച പല കാര്യങ്ങളും പരാജയപ്പെട്ടു പോയത് ആത്മാർത്ഥതയില്ല, ആ രീതിയിലല്ല ചിന്തിക്കേണ്ടത്. ഇത് ഗുരുവിനെ കുറിച്ച് നൽകുന്ന ഒരു ഉറപ്പായിട്ട് ആദ്യം കാണും. ഗുരുവിൻ്റെ ധർമ്മ സംസ്ഥാപനവും അതിൻ്റെ പരിപാലനത്തിനായി ഏർപ്പെടുത്തിയിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും ഗുരു ആത്മാർത്ഥമായിട്ടാണ് ചെയ്തതെങ്കിൽ അത് നശിക്കില്ല. പല കാര്യങ്ങളിലും നമ്മൾ പുറകോട്ട് പോയി, പലതും നശിച്ചു പോയി എന്നൊക്കെ നമ്മൾ കരുതുന്നുണ്ടെങ്കിലും സംശയിക്കേണ്ട സഹോദരങ്ങളെ, അത് മറ നീക്കി പുറത്തു വരിക തന്നെ ചെയ്യും. കാരണം ഗുരുവാണിതിൻ്റെ പിന്നിൽ. എങ്ങനെയുള്ള ഗുരു? അവ്യയനായ ഗുരു, അക്ഷയനായ ഗുരു. എന്തെല്ലാം വിശേഷണങ്ങളാണ്! നിത്യാത്മാതാജിയുടെയൊക്കെ ആ പുഷ്പാഞ്ജലി മന്ത്രത്തിന്റെ വ്യാഖ്യാനമൊക്കെ നേരം പോലെയൊക്കെ എടുത്ത് കേട്ടുകൊള്ളണം. എല്ലാം നമ്മൾ ഇതുപോലെ നേരിട്ട് കേൾക്കാൻ നോക്കണ്ട. എങ്ങനെയെല്ലാമായിരുന്നു, എന്തെല്ലാമായിരുന്നു ഗുരു എന്ന് എണ്ണി എണ്ണി പറയുകയാണ്. എന്തിന്? ഗുരുവിനെ പുകഴ്ത്താനല്ല, നമുക്ക് ബോധിക്കാൻ. ഇവിടെ ആത്മാർത്ഥമായ പ്രവൃത്തിയായിരുന്നു ഗുരുവിൻ്റേതെങ്കിൽ നാം അവഗണിച്ചാലും, ഇനി അതല്ല അതിനെ ഇല്ലാതാക്കാൻ നാം ശ്രമിച്ചാലും അങ്ങനെ സംഭവിക്കില്ല. പ്രകൃതി നിയമം അഥവാ അതിൻ്റെ ധർമ്മനീതി അങ്ങനെയാണ്. പിന്നെ എന്തിനു നമ്മൾ നിർബന്ധിക്കുന്നു? ഏറ്റവും വലിയ സൗഭാഗ്യം നമുക്ക് കിട്ടിയിരിക്കുന്നു, അത് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഏറ്റവും നല്ല വലിയ സൗഭാഗ്യം. ഈ ശ്രവിക്കുന്ന എല്ലാവരും ആ സൗഭാഗ്യം അറിയുന്നുണ്ടോ ഇല്ലയോ എന്നറിയില്ല, ആ സൗഭാഗ്യത്തിലാണ്. എന്താണത്? മറ്റൊന്നുമല്ല സഹോദരങ്ങളെ, മനുഷ്യനായി ജനിച്ചില്ലേ? പ്രധാന കടമ്പ നാം അറിയാതെ തന്നെ കടന്നു വന്നിരിക്കുന്നു. പൂർവ പുണ്യം കൊണ്ട്. അതില്ലായിരുന്നെങ്കിൽ സംഭവിക്കില്ല. എത്രയോ ജീവന്മാർ. അപ്പൊ നോക്കൂ, അണുജീവിയിലും സഹോദര പ്രണയമെന്നാണ്. എല്ലാത്തിലും കുടികൊള്ളുന്നത് ഒരേ ശക്തി ചൈതന്യമാണ് എങ്കിൽ മനുഷ്യരുടെ എണ്ണവും മറ്റ് ജീവികളുടെ എണ്ണവും നോക്കുമ്പോൾ എത്ര പെരുക്കം കാണും മറ്റ് സൂക്ഷ്മജീവികളടക്കമുള്ള മറ്റ് ജീവജാലങ്ങൾക്ക്. അത് നോക്കുമ്പോൾ മനുഷ്യൻ ന്യൂനപക്ഷമത്രേ. അതിലൊരു ജീവനാകാൻ ഭാഗ്യം കിട്ടിയവരല്ലേ സഹോദരങ്ങളെ നമ്മൾ? ഇതിതാ ഓരോ നിമിഷവും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. അതിനനുസരിച്ചിതാ ആയുസ് കുറഞ്ഞു വരുന്നു. ഇവിടെ നമുക്ക് ഈ ജന്മനാ കിട്ടിയിരുന്നെങ്കിൽ മാത്രമേ, അങ്ങനെ ബഹുഭൂരിപക്ഷത്തിന് ഒരു സങ്കടം ഉണ്ടെന്ന് തോന്നുന്നു. ഞങ്ങൾക്കൊന്നും കൊച്ചുനാളിലെ ഇങ്ങനെയൊന്നും കേൾക്കാൻ പറ്റിയില്ല, ഇങ്ങനെയുള്ള ഗുരുലാഭമൊന്നും ഞങ്ങൾക്കുണ്ടായില്ല.
വേണ്ട സഹോദരങ്ങളെ, രാമായണ മാസമാണല്ലോ. ഇതിനെ ആദികാവ്യമെന്നാണ് പറയുന്നത്. ഇത് രചിക്കാനിടയായ സാഹചര്യം അറിയാൻ മേലാത്തവരല്ല നമ്മൾ. ഒരു ദ്രോഹം ചെയ്ത് നടന്ന, ലോകർക്ക് ഉപദ്രവകാരിയായി നടന്ന ഒരു മനുഷ്യന് ആ തിരിച്ചറിവുണ്ടായത് എന്താ? ബാല്യത്തിലായിരുന്നു. കൊള്ളയും പിടിച്ചുപറിയായിട്ട് നടന്ന ആ മനുഷ്യന് സപ്തർഷി സമ്പർക്കമുണ്ടായപ്പോൾ ആ ഋഷിമാരുടെ വാക്കുകൾ മനസ്സിലുടക്കി. അവനവൻ ചെയ്യുന്ന പാപം അത് മറ്റാരും പങ്കിടില്ല. പുത്രകളത്രാദികൾ പോലും അത് പങ്കിടില്ല എന്ന് ഉറപ്പ് വന്നപ്പോൾ തിരിച്ചറിവുണ്ടായി. ആ നിമിഷം മുതൽ പരിശ്രമം തുടങ്ങി. ഇതാ കൊടിയ തപസ്. അത് ഏകാഗ്രമായിരുന്നു. ആത്മാവിനെ മാത്രമേ ഒരു ഘട്ടം കഴിയുമ്പോൾ കാണുന്നുള്ളൂ, അറിയുന്നുള്ളൂ. അതായി അങ്ങ് തീർന്നു. ശരീരം ചതലരിച്ചതുപോലും അറിഞ്ഞില്ലത്രേ. നോക്കൂ സഹോദരങ്ങളെ, തികച്ചും ദുഷ്ടനായ ഒരു മനുഷ്യൻ ഇതാ ലോകത്തിന് വെളിച്ചം നൽകുന്ന, ലോകത്തിന് ധർമ്മമോതുന്ന ആദികാവ്യത്തിൻ്റെ രചയിതാവായി. നോക്കൂ, പരിശ്രമം. ആ പരിശ്രമം ഒന്നുകൊണ്ട് മാത്രം ഇങ്ങനെ ആർക്കും ഉയരുവാനുള്ള സാധ്യത നമ്മുടെ ജീവിതത്തിൽ ഒരുക്കപ്പെട്ടിരിക്കുന്നു. അതിനുപരി നമുക്കുള്ള ഒരു സവിശേഷത, ഇതാ ഗുരുലാഭവും ഉണ്ടായിരിക്കുന്നു. അത് ബാഹ്യമായിട്ടെങ്കിലും നമ്മൾ അറിഞ്ഞത് പാലിക്കുന്നുമുണ്ട്. ഏതായാലും വാഴണം സുഖം. ഇത് പ്രാർത്ഥിക്കാത്തവരാരുമില്ലല്ലോ. ഒരു ദിവസം ഒന്ന് ചൊല്ലിയില്ല എങ്കിൽ അതൊരു വലിയൊരു കുറവാണെന്ന് കരുതുന്നവരാണ് നമ്മൾ. നോക്കൂ സഹോദരങ്ങളെ, വെറുതെ പാടാൻ വേണ്ടി ഒരു പ്രാർത്ഥന എന്തെങ്കിലും വേണ്ടേ? അങ്ങനെ ചെയ്തതായിരിക്കില്ലല്ലോ അത്. അപ്പം നോക്കൂ, ഒരു കുളത്തിലേക്ക് എടുത്ത് ചാടാവുന്ന പോലെ ചാടാവുന്നതല്ല ഈ മാർഗത്തിലേക്കൊന്നും. പക്ഷേ നമുക്കൊന്ന് ചെയ്യാം. ഇങ്ങനെയൊക്കെയാണ്, അല്ലെങ്കിൽ ഇതൊക്കെയാണ് നമ്മുടെ മാർഗം. അതിനെ നമ്മൾ വിശ്വസിക്കുക, അംഗീകരിക്കുക. കുറഞ്ഞ പക്ഷം ആ മാർഗത്തിലൂടെ പോകുന്നവരെ മാനിക്കുക. ഗുരു ഏതെല്ലാം തരത്തിലാണ് പറയുന്നത്. അതിന് പറ്റില്ലെങ്കിൽ എന്ത് ചെയ്യാം? പ്രണവമുണർന്ന് പിറപ്പൊഴിഞ്ഞു വാഴും മുനിജന സേവയിൽ മൂർത്തി നിർത്തിടയണം. ഇവിടെ ഇതാ ഉള്ളം അങ്ങോട്ട് അർപ്പിക്കാൻ, അസ്പന്ദമാക്കി നിർത്താൻ സാധിക്കുന്നില്ല എങ്കിൽ നീ ഒരു കാര്യം ചെയ്തുകൊള്ളൂ. വനമലർ കൊയ്ത് മഹേശ പൂജ ചെയ്യൂ. ഇവിടെയെല്ലാം അജ്ഞാനം വില്ലനായി വരുന്നു. ആക്ഷേപിക്കുകയാണ്. കുറെ പൂ പറിച്ചിട്ടേച്ചാ മതി. അപ്പൊ നമ്മൾ ഗുരുവിനെയും മണ്ടനാക്കുകയാണോ? ആചാരാത് പ്രഭോ ധർമ്മ. ആചാരങ്ങൾ ധർമ്മത്തിൻ്റെ ഉത്ഭവമാകുന്നു.
നോക്കൂ, ഇങ്ങനെ വന്ദിച്ചു കാണിക്കുമ്പോൾ ആദരവെന്നുള്ള ഒരു മഹിത ഗുണം എന്നിൽ നിന്ന് ഉണർന്ന് നിങ്ങളിലേക്ക് പ്രവഹിക്കുകയാണ്. ഞാൻ പുഞ്ചിരിക്കുമ്പോൾ അതിൻ്റെ ഒരു കുളിർമ നിങ്ങളിലേക്ക് പ്രവഹിക്കുന്നില്ലേ? ഞാൻ കോപിക്കുമ്പോൾ അതിൻ്റെതായ ഒരു താപവും നിങ്ങളിലേക്ക് പ്രവഹിക്കുന്നില്ലേ? നല്ലതിൽ നിന്ന് നല്ലതുണ്ടാകുന്നു, തിന്മയിൽ നിന്ന് തിന്മയുണ്ടാകുന്നു. ഇവിടെ സുഖം വേണമെങ്കിൽ ആ നന്മയുടെ മാർഗത്തിലേക്ക് നമ്മൾ ശ്രദ്ധിക്കുക, അത്രമാത്രമേ ഉള്ളൂ. ഗുരു നമുക്ക് ആരാണ്? ഗുരു തന്നെ പറഞ്ഞു തരുന്നു, നമ്മളാണത് മനസ്സിലാക്കേണ്ടത് കേട്ടോ. നരരൂപമെടുത്ത് ഭൂമിയിൽ പെരുമാറിയിടിന കാമധേനുവോ. അതുവരെ സങ്കല്പത്തിലേ ഉണ്ടായിരുന്നുള്ളൂ, പുരാണങ്ങളിലേ ഉണ്ടായിരുന്നുള്ളൂ കൽപ്പവൃക്ഷവും കാമധേനുവും. ഇവിടെ ഇതാ നരരൂപമെടുത്ത് ഭൂമിയിൽ പെരുമാറി, അല്ലാതെ ഒരിടത്ത് നിൽക്കുകയല്ല ചെയ്തത്, പെരുമാറി ഭൂമിയിൽ. ഇത് ഭൂമി മുഴുവൻ വ്യാപിക്കണം എന്ന് പറഞ്ഞാൽ സർവരെയും ബാധിക്കണം. പരമാത്ഭുതദാന ദേവതാധരുവോ, ഈ അനുകമ്പയാണ്ടവൻ. അങ്ങനെ എന്തെല്ലാം ആത്മാർത്ഥത സ്വയം എല്ലാവരും ചിന്തിച്ചു തന്നെ അതങ്ങനെ പറ്റൂ. അതിന് പ്രേരകമായിട്ടുണ്ട് ഈ വാക്കുകളെങ്കിൽ ഈ നിമിഷങ്ങൾ ധന്യമായി എന്ന് കരുതാം. എല്ലാവർക്കും ഗുരുദേവാനുഗ്രഹം നേർന്നുകൊണ്ട് ഈ സംഭാഷണം ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.